ഹോട്ടലുകൾക്ക് മാലിന്യം സംസ്കരിക്കുവാനുള്ള പ്ലാന്റ് എല്ലാ ഹോട്ടലുകൾക്കും തിരുവനന്തപുരത്തില്ല. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ സ്റ്റാർ ഹോട്ടൽ വെച്ച് ബാക്കി ഏറെക്കുറെ എല്ലാം തന്നെ വർഷങ്ങളായി പഴക്കമുള്ള ഹോട്ടലുകളാണ്. അതിന് പലത്തിലും ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും കൊടുത്തിരിക്കുന്ന പെർമിഷൻ പൂർണ്ണമായിട്ടും നിയമവിധേയമായിട്ടുള്ളൊന്നുമല്ല. പലതിനും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഒക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അതൊന്നും പെട്ടെന്ന് പോയിട്ട് എല്ലാം ഇടിച്ചു പൊളിച്ചു മാറ്റാൻ സാധിക്കില്ല. അവിടെയൊന്നും പുതിയ പ്ലാന്റ് തുടങ്ങാനുള്ള സിസ്റ്റവും ഇല്ല. പുതിയതായിട്ട് ചെയ്യുന്ന ഹോട്ടലുകൾക്ക് അതിൻ്റെ വലിപ്പം അനുസരിച്ച് നിയമവിധേയമായിട്ട് പ്ലാന്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ പതിറ്റാണ്ടുകളായി ചെയ്തു പോയ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. അവിടെ നിന്ന് മാലിന്യം കളക്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ? പക്ഷെ കോർപ്പറേഷൻ്റെ അംഗീകൃത ഏജൻസികളുണ്ട്. അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ നമുക്കൊരു 10-20 ടൺ സംസ്കരിക്കാനുള്ള പ്ലാന്റ് നമുക്കുണ്ട്. കല്ലടി മുഖത്തൊരു പ്ലാന്റ് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ അവർ ശേഖരിച്ച് പിഗ് ഫാമുകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് പ്ലാന്റ് വരുന്നത് നമുക്ക് ആ സിസ്റ്റം മാറ്റാനും സാധിക്കില്ല. അപ്പോൾ അംഗീകൃത ഏജൻസി കൊടുത്താൽ കുഴപ്പമില്ല. അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ റെഗുലറായിട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അവർ ആൻസറബിൾ ആണ്. പക്ഷേ ഈ ഫോട്ടോ കാണിച്ചതുപോലുള്ള കഥാപാത്രങ്ങളുണ്ട്. വടിവാളും വെട്ടുകത്തിയുമായിട്ട് കടകളിൽ നിന്ന് മാലിന്യം വാങ്ങി. അപ്പോൾ ഇവർക്ക് ഈ അംഗീകൃത ഏജൻസി കൊടുക്കുന്ന റേറ്റ് കൊടുക്കണ്ട, ചെറിയ പൈസയുടെ ലാഭത്തിന് വേണ്ടിയാണ്. ഈ മാഫിയകൾ ചെയ്യുന്നത് വെളുപ്പിനൊരു 4-5 മണിക്ക് മാത്രം ജോലി ചെയ്താൽ മതി, 3-4 മണിക്കൂർ ലക്ഷക്കണക്കിന് രൂപ മാസം കിട്ടുകയും ചെയ്യും. പിന്നെ പകലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് നടക്കില്ല. അതിന് ശക്തമായ ആക്ഷൻ. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നിലോട്ട് രക്ഷപ്പെട്ട ആളിനെ പിടിച്ചല്ലോ, പിടിച്ചവരെയൊക്കെ റിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു സംശയം വേണ്ട, ഒരു മാഫിയയും തിരുവനന്തപുരത്ത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിളയാടാൻ അനുവദിക്കില്ല. ഏതിനാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അംഗീകൃത ഏജൻസികൾക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അവിടെ റെഗുലർ മീറ്റിംഗ് വിളിക്കാറുണ്ട്, മോണിറ്റർ ചെയ്യാറുണ്ട്. അവരിപ്പോൾ കൊടുത്തിരിക്കൊണ്ടിരിക്കുന്നത് പിഗ് ഫാമുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായി ആ സിസ്റ്റവും പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായം തെരഞ്ഞെടുപ്പിന് മുമ്പും ഇല്ലായിരുന്നു, ഇപ്പോഴും ആ അഭിപ്രായം തന്നെയാണ്. പക്ഷേ നമുക്ക് ഓൾട്ടർനേറ്റീവ് വരുന്നവരെ നിലവിലുള്ള സിസ്റ്റം തുറന്നാലേ പറ്റുള്ളൂ.